ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. നോക്കാം തലക്കെട്ട്. കന്നുകാലികൾക്ക് സർക്കാർ നൽകിയ മേച്ചിൽപ്പുറത്താണ് ഈ രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയത്. ഇത് മാറ്റുന്നതിലൂടെ മാലിന്യങ്ങൾ നീക്കി ആ പരിഹാരം സർക്കാർ ചെയ്യും. പക്ഷേ ഇതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈ കാലികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആര് മറുപടി പറയും? ന്യൂസ് 18 വാർത്ത ഫലം കണ്ടു. തിരുനെൽവേലിയിൽ തള്ളിയ ആശുപത്രി മാലിന്യങ്ങൾ നീക്കുന്നു. ദൗത്യത്തിന് 50 തൊഴിലാളികളും 20 ഉദ്യോഗസ്ഥരും. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് കളക്ടർ. ന്യൂസ് 18 బిగ్ ఇంపాక్ట్. అల్లు అర్జున్ ఇంటి పైన రాళ్లు రువ్వుతున్న పరిస్థితి అయితే కనిపిస్తుంది. ఎందుకంటే శ్రీతేజ కుటుంబానికి న్యాయం చేయడంలో అల్లు అర్జున్ విఫలమయ్యారు. നടൻ അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം. വീട്ടിലേക്ക് കല്ലേറ്, ചെടിച്ചട്ടികൾ തകർത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു. പുഷ്പ 2 റിലീസിംഗ് ദിവസം മരിച്ച യുവതിക്ക് നീതി ലഭിക്കണമെന്ന് അക്രമികൾ. നരേന്ദ്രമോദിക്ക് കുവൈറ്റിന്റെ ആദരം. പരമോന്നത ബഹുമതി സമ്മാനിച്ചു. രാജ്യത്തിന് ലഭിച്ച ആദരമെന്ന് മോദി. ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി. പാലക്കാട് സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തിയതിൽ VHP ഭീഷണി. പ്രതികൾ റിമാൻഡിൽ. ക്രിസ്തുമസ് ആഘോഷിക്കാൻ നരേന്ദ്രമോദി ദേവാലയത്തിലേക്ക്. കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഘോഷത്തിൽ നാളെ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ആരുടെ പിന്തുണയില്ല? രാഹുൽ ഗാന്ധിയുടെ എതിരേറ്റത് ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്കെത്തുമോ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? എ വിജയരാഘവന്റെ വാവിട്ട വാക്കുകളിൽ പ്രതിഷേധം ശക്തം. സംഘപരിവാറിനെ നാണിപ്പിക്കുമെന്ന് VD സതീശൻ. വിജയരാഘവൻ വർഗീയ രാഘവനായെന്ന് KC വേണുഗോപാൽ. CPMന്റെ അടിത്തറയിളകുമെന്ന് മുസ്ലിം ലീഗ്. തങ്കഅങ്കി ഘോഷയാത്ര ശബരിമലയിലേക്ക്. ബുധനാഴ്ച ഘോഷയാത്ര സന്നിധാനത്തെത്തും. മണ്ഡലപൂജ വ്യാഴാഴ്ച. അയ്യപ്പനെ കാണാൻ വൻ ഭക്തജനത്തിരക്ക്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, നടൻ അല്ലു അർജുന്റെ വീടിന് നേരെ ആക്രമണം. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പുഷ്പ 2 റിലീസിംഗ് ദിവസത്തിൽ മരിച്ച രേവതിക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. വീടിന് നേരെ കല്ലും തക്കാളിയും എറിഞ്ഞു. അല്ലു അർജുന്റെ സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു. రువ్వుతున్న పరిస్థితి అయితే కనిపిస్తుంది. ఎందుకంటే శ్రీతేజ కుటుంబానికి న్యాయం చేయడంలో అల్లు అర్జున్ విఫలమయ్యారు. అల్లు అర్జున్ నివాసంలోకి అటు సెక్యూరిటీ సిబ్బంది వాదించడంతో పెద్ద ఎత్తున గందరగోళం ధ్వంసం చేసి అల్లు అర్జున్ నివాసంలోకి చేరుకున్నటువంటి పరిస్థితి. అటు సెక్యూరిటీ సిబ్బంది వాదించడంతో పెద్ద ఎత్తున గందరగోళం. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ അക്രമികൾക്ക് ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ? നടന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ?
സജിദെ, നിലവിൽ ഓസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു ആക്രമണം എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ഇന്ന് രാവിലെ തന്നെ DGPയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അല്ലു അർജുൻ ഈ ആളുകളുടെ സുരക്ഷയാണ് പ്രധാനം, സിനിമ പ്രൊമോഷൻ അല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇത്ര വലിയ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഈ അല്ലു അർജുന്റെ വീടിന് നേരെ കല്ലേറും, അതുപോലെ തക്കാളി കൊണ്ട് എറിയുന്നു, ചെടിച്ചട്ടികൾ എറിഞ്ഞു പൊട്ടിക്കുന്നു, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീടിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ പുഷ്പ 2 ഡിസംബർ 4-ാം തീയതിയാണ് പുഷ്പ 2ന്റെ റിലീസ് ഉണ്ടാകുന്നത്. അതിനായി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയപ്പോൾ തിക്കും തിരക്കിലും പെട്ടായിരുന്നു ഈ രേവതി എന്ന് പറയുന്ന യുവതി മരിക്കുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങളിലേക്കൊക്കെ പിന്നീട് കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. പെട്ടെന്നൊരു ദിവസം അല്ലു അർജുൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് പോയി. അതിനുശേഷം ജാമ്യം ലഭിച്ചെങ്കിൽ കൂടി ആ ഉത്തരവ് കയ്യിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത അല്ലു അർജുൻ ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരുന്നു. അത്തരം നാടകീയ സംഭവങ്ങളൊക്കെ ഒറ്റ രാത്രി കൊണ്ടുണ്ടായത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലു അർജുന് വീടിന് നേരെ ഉണ്ടാകുന്നത്. ഈ രേവതിക്ക് നീതി ലഭിക്കണം, നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആക്രമികൾ ഇത്തരത്തിലുള്ള ഒരു കല്ലേറുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ DGPയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒന്നാണ്. ഓസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഡിസംബർ 4-ന് അന്ന് തന്നെ വലിയ രീതിയിലാണ് ഈ തിക്കും തിരക്കുണ്ടായത്. അല്ലു അർജുൻ നേരത്തെ മുൻകൂട്ടി അറിയിച്ചില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതെന്നും അല്ലു അർജുന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണക്കാരെ മർദ്ദിച്ചതോടുകൂടിയാണ് പോലീസ് ലാത്തി വീശിയതെന്നും അടക്കം പോലീസ് തന്നെ പിന്നീട് കോടതിയിൽ വ്യക്തമാക്കിയതാണ്. അതിനൊക്കെ പിന്നാലെയാണ് ആ ഒരു ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലും പുഷ്പ 2 എന്ന ചിത്രം വലിയ രീതിയിൽ വിജയമായതും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനിടയിലായിരുന്നു പിന്നീട് അല്ലു അർജുന്റെ അറസ്റ്റ്. ആ സമയത്തും ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ കൂടി ഈ അല്ലു അർജുനെ ചൂഷണം ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അല്ലു അർജുനെ വലിച്ചിഴക്കുകയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അല്ലു അർജുനെ സപ്പോർട്ട് ചെയ്യുന്നവർ അത്തരം ആരോപണങ്ങളുമായി എത്തിയിരുന്നു. എന്നാൽ അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അല്ലു അർജുന്റെ വീടിന് നേരെയും ഉണ്ടാകുന്നത്. സജിത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അല്ലു അർജുൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി. നടന്റെ പ്രതികരണമൊന്നും ഇക്കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തിരുനെൽവേലിയിൽ മാലിന്യ നീക്കം തുടരുകയാണ്. തലസ്ഥാനത്തെ ആശുപത്രികളിൽ നിന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി തള്ളിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 2 സ്ഥലങ്ങളിലെ മാലിന്യമാണ് ഇനിയും പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയാത്തത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കുക കൂടിയാണ്. ഇതിനിടെ പുതിയൊരു പ്രദേശത്തു കൂടി മാലിന്യങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. Yeah, I visited all the spots. What's the progress? Now, most of the waste have been loaded. The remaining will be loaded soon. In 2 locations, the work is going on. What will be the precautionary measures after this? We have been in touch with the Kerala team. We are the district collectors and all those senior officials. We are working on strengthening the enforcement at the checkposts, both the sides, and we are also doing a crackdown on the intermediaries who are facilitating this. So there are people anti-social elements, both the sides, who are doing all these things, which is strongly condemned by both the governments. So we are working on increasing the cooperation on both the sides and ensuring that this menace doesn't occur again. What about the inquiry
The investigation is going on. As of now, here we have filed around 4 FIRs and few more complaints have been filed. It is in the process. Detailed investigation is underway. People have been arrested, some intermediaries, some truck owners, the waste processing facility people, all have been arrested. Now they will be produced before court of law. And even if there is somebody else who is behind this other antisocial elements, they will also be taken to task. യെസ്, വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് പകൽ സമയം അവസാനിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള മാലിന്യ നീക്കം നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ നാളെയും ഇത് തുടരുമോ? എന്താണ് അവസ്ഥ? മാലിന്യ നീക്കം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇവിടെ നിന്ന് മാലിന്യം മാറ്റിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാലിന്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൂടി കാണേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പോഴും പൂർണ്ണമായും ഈ ദൗത്യം അവസാനിച്ചിട്ടില്ല. ചില പ്രദേശങ്ങളിൽ ഏതാണ്ട് 4 ഇടത്ത് പൂർണ്ണമായും മാലിന്യങ്ങൾ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ 2 ഇടത്ത് കൂടി ഇപ്പോഴും മാലിന്യങ്ങൾ ഇനിയും നീക്കാനുണ്ട്. നീക്കം ചെയ്യൽ പുരോഗമിക്കുകയാണ്. എത്ര സമയം കൊണ്ട് അവസാനിക്കുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കൊണ്ടാനഗരം, പളവൂർ എന്നിവിടങ്ങളിലാണ് മാലിന്യങ്ങൾ ഇപ്പോഴും ഇനിയും നീക്കം ചെയ്യാനുള്ളത്. കല്ലൂർ ഉൾപ്പെടെ വലിയ രീതിയിൽ മാലിന്യം ഉണ്ടായ സ്ഥലത്തൊക്കെ മാലിന്യം നീക്കി. പക്ഷെ ഇതിന്റെ ഒരു സ്ഥലത്തുകൂടി മാലിന്യം നിക്ഷേപിച്ചതായി ഇന്ന് കണ്ടെത്തി. അത് ഇന്നത്തെ ഈ മാലിന്യ നീക്ക പ്രവർത്തനങ്ങൾക്കിടെയാണ് ഒരു പുതിയ സ്ഥലം കൂടി അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. പക്ഷെ അവിടെ മാലിന്യമായിട്ടല്ല, പൂർണ്ണമായും കത്തിച്ച നിലയിലാണ്, ചാരമാക്കിയ നിലയിലാണ്. വലിയ രീതിയിൽ ഈ മാലിന്യത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്, ചാരം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ മറ്റൊരു ദിവസം ഇതിലേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത. മറ്റു 2 ഇടങ്ങളിൽ കൂടി ഇന്ന് ഏതാണ്ട് ഇപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞിരിക്കുന്നു. രാത്രിയാകുന്നതിന് മുമ്പ് പരമാവധി നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പക്ഷെ അത് പൂർണ്ണമായും മാറ്റാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഒരുപക്ഷെ നാളെ കൂടി തുടരേണ്ടി വരുമോ എന്ന സംശയമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. യെസ്, എന്തായാലും തിരുനെൽവേലി ദൗത്യം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മുന്നോട്ട് പോയി എന്നതാണ് നിലവിലെ സാഹചര്യം. കൊച്ചിയും മറ്റൊരു മാലിന്യ പ്രശ്നം നേരിടുകയാണ്. മാലിന്യ കൂമ്പാരത്തിൽ വലയുകയാണ് വൈറ്റിലെ പൊന്നുരുന്നി നിവാസികൾ. മലിനജലം ഒഴുകിപ്പോകാനുള്ള തോട് റെയിൽവേയുടെ പാലം താഴ്ത്തിയതോടെ അടഞ്ഞുപോയി. അതാണ് അവിടുത്തെ പ്രതിസന്ധി. നിരന്തരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്താലും വൈകുന്നേരമാകുമ്പോഴേക്കും സ്ഥിതി പഴയപടിയിലാകുന്നു എന്നതാണ് അവിടുത്തെ അവസ്ഥ. ഒരൊറ്റ ദിവസം കൊണ്ട് നിറഞ്ഞ മാലിന്യമാണ് ഈ കാണുന്നത്. 3 ഡിവിഷനുകളിൽ നിന്നുള്ള മാലിന്യം വന്നടിയുന്നത് ഇവിടെയാണ്. പൊന്നുരുന്നി ഈസ്റ്റിലെ ജനങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഒക്കെയുണ്ട്. പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങളാണ് മാലിന്യ പ്രശ്നത്താൽ പൊറുതിമുട്ടി കഴിയുന്നത്. നടുക്കത്തെ പാലം പൊളിച്ച് പണിത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റ്, അത് ആ വേസ്റ്റൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞാൽ വീടുകളിലെ വേസ്റ്റ് അല്ല, ഹോട്ടലിലെ വേസ്റ്റാണ്. നമ്മളുടെ ഡിവിഷനിൽ 1-2 ഹോട്ടലുകൾ ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ തന്നെ നാട്ടുകാർ തന്നെ ഇടപെട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്യുകയും ഹോട്ടൽ പൂട്ടിച്ചിട്ട് തന്നെ സമരം ചെയ്ത് ഹോട്ടൽ പൂട്ടിച്ചിട്ട് ആ പൈപ്പുകൾ ക്ലോസ് ചെയ്തിട്ട് ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ട് വീണ്ടും ലൈസൻസ് കൊടുത്തൊക്കെ തുറന്നത്. റെയിൽവേ ആണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങൾ MP-ക്കും MLA-ക്കും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റെയിൽവേയുടെ പാലം അല്പമൊന്ന് ഉയർത്തിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു. ഈ റെയിൽവേയുടേതാണ്, ഇന്ത്യ ഗവൺമെൻറ് സിസ്റ്റമാണ്, അത് MP പരിഹരിക്കേണ്ട വിഷയമാണത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇപ്പോൾ പ്രാദേശിക ഭരണാധികാരികൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലത്. അത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിചാരിച്ചിട്ട് അതിൻ്റെ വികസന പ്രവർത്തനത്തോടെ ഭാഗമായിട്ട് ഇത് പൊളിച്ചു മാറ്റി വെള്ളക്കെട്ട് പരിഹരിക്കുക. ഇനിയൊരു ആമയഴഞ്ചാൻ തോട് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും അതെല്ലാം വിഫലമാകുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി രാത്രികാലങ്ങളിൽ നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിൽ വിവിധ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ സ്ഥായിയായ പരിഹാരത്തിന് റെയിൽവേയുടെ ഇടപെടലാണ് വേണ്ടത്. ന്യൂസ് 18 കൊച്ചി. രാഹുൽ ഗാന്ധി വിജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണയിലാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പരാമർശത്തിനെതിരെ UDF രംഗത്ത് വന്നു കഴിഞ്ഞു. CPM സംഘപരിവാറിനെ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നു എന്നതാണ് വിമർശനം. CPM പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിമർശനം SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെ ഉള്ളതായിരുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ CPM നൽകുന്ന വിശദീകരണം. രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് ആരുടെ പിന്തുണയില്ല? രാഹുൽ ഗാന്ധിയുടെ എതിരെത്തിയത് ആരുടെ പിന്തുണയില്ല? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്കെത്തുമോ? CPM വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഈ പരാമർശമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പരാമർശത്തിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തെത്തി. വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിമർശനം.
വിഷയത്തിൽ CPM പോളിറ്റ് ബ്യൂറോയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. ഇത്രയും അസത്യപൂർണമായിട്ടുള്ള ആരോപണം ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കാൻ വിജയരാഘവൻ ഉന്നയിച്ചപ്പോൾ അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. CPM സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ സമീപനമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നത്. CPM കഴിഞ്ഞ കുറേ നാളുകളായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. 4,10,000 വോട്ടിൽ ജയിച്ച പ്രിയങ്ക ഗാന്ധി തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഈ വിജയരാഘവൻ അല്ലാതെ വേറെ ആരുടെങ്കിലും നാവിന്ന് ഇത് വരുമോ? വിജയരാഘവൻ പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് മുസ്ലിം ലീഗ് തുറന്നടിച്ചു. ഭൂരിപക്ഷ വർഗീയത പരത്തുന്നത് CPMന്റെ അടിത്തറ ഇളക്കുമെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ മുന്നറിയിപ്പ്. CPMന്റെ ഭാഗത്ത് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ്. കാരണം ഒന്നല്ലല്ലോ, ഒരുപാടായിപ്പോയി. ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിടാൻ നോക്കുകയാണ്. അതായത് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെന്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് SDPI ജമാഅത്തെ ബന്ധത്തെപ്പറ്റി CPM ഒന്നും പറഞ്ഞില്ലെന്നായിരുന്നു BJPയുടെ വിമർശനം. കേരളത്തിൽ LDFും UDFും ഓരോ തെരഞ്ഞെടുപ്പുകളും ജയിക്കുന്നത് ഈ മതവർഗീയ ശക്തികളുടെ സഹായത്തോടു കൂടിയാണ്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലക്കും SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ ഈ പ്രാവശ്യം പ്രിയങ്ക വധേരയ്ക്കുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ വഞ്ചിയൂരിൽ വഴി തടഞ്ഞ് പാർട്ടി സമ്മേളനം നടത്തിയതിനെ വിജയരാഘവൻ ന്യായീകരിച്ചതും വിവാദമായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. UDFിലും കോൺഗ്രസിലും ഇതിനിടെ മറ്റൊരു വിവാദം കൂടി ആരംഭിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും മുമ്പ് തന്നെ കോൺഗ്രസിന് തലവേദനയാകുന്നത് മുഖ്യമന്ത്രി ആരാണെന്ന ചർച്ചകളാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് NSSന്റെ പരിപാടിയിലേക്ക് ക്ഷണം കിട്ടിയ അന്നു മുതൽ ആരംഭിച്ച ഈ വിവാദത്തിൽ കരുതലോടെയാണ് നേതാക്കളുടെ പ്രതികരണം. UDFിന് ഭരണം കിട്ടുമെന്ന് തോന്നലുണ്ടാകുന്ന ഈ പ്രതികരണങ്ങളിൽ അസ്വാഭാവികതയില്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. മുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന മുഖം ആരുടേതെന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ സജീവമാകുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. അതേസമയം വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളോട് VD സതീശന്റെ പ്രതികരണം ഇങ്ങനെ: കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മതമേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കുന്ന പാരമ്പര്യം കോൺഗ്രസിനില്ലെന്നുമായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. കോൺഗ്രസ് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞങ്ങളൊരു മതനിരപേക്ഷ പാർട്ടിയാണ്. ഒന്നിനെയും നിഷേധിക്കുന്നതല്ല. എല്ലാ മതങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ എല്ലാവരുടെയും വാക്കുകൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. സമുദായ സംഘടനകൾ കോൺഗ്രസിനെ ചേർത്ത് നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രി ആരാകണമെന്ന് സമയം വരുമ്പോൾ ആ വേദിയിൽ പ്രതികരിക്കാമെന്നായിരുന്നു ലീഗ് നേതൃത്വത്തിന്റെ മറുപടി. അടുത്തത് UDF ആണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും. പക്ഷേ കോൺഗ്രസ് സമയമാകുമ്പോൾ ഒരു നേതാവിനെ നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും. സാമുദായിക നേതാക്കളുടെ വോട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായം പറയാനും അവകാശമുണ്ടെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. സാമുദായിക നേതാക്കളുടെ വോട്ട് വാങ്ങാമെങ്കിൽ അവർക്ക് അഭിപ്രായം പറഞ്ഞൂടെ? അഭിപ്രായം പറയുന്നതിന് സ്വാഭാവികല്ലേ? അഭിപ്രായം പറയുന്നതിന് തെറ്റ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടി ഒരുങ്ങുന്നതിനിടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന കോൺഗ്രസിലെ നേതൃസഭാവാക്യങ്ങൾ മാറുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. CPMൽ ഇത് സമ്മേളനകാലം. തിരുവനന്തപുരത്തെ CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ പരിഹസിച്ച വനിതാ പ്രതിനിധി. സെക്രട്ടറിയുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അറിയണമെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ പോകണം. നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോ എന്നും പ്രതിനിധി ചോദിച്ചു. ഇതിനു പുറമെ സ്പീക്കർക്കും മന്ത്രിമാർക്കുമെതിരെ
സമ്മേളനത്തിൽ വലിയ വിമർശനം ഉയർന്നു. വനിതകളെ പാർട്ടിയിൽ തഴയുന്നു, പോലീസ് സ്റ്റേഷനുകളിൽ ഇരകൾക്ക് നീതിയില്ല, പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗം ഒരു വഴിക്കും കാര്യങ്ങൾ പോകുന്നത് മറുവഴിക്കുമാണ്, നിശ്ചിത പാർട്ടി പദവികളിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന സർക്കുലർ ഇറക്കാനുള്ള ആർജവമുണ്ടോയെന്നും വനിതാ പ്രതിനിധി ചോദിച്ചു. വെഞ്ഞാറമൂട്ടിൽ നിന്നുള്ള പ്രതിനിധിയാണ് സ്പീക്കർക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. സർക്കാരിൽ തോന്നുംപടി കാര്യങ്ങൾ നടക്കുന്നതിന്റെ തെളിവായാണ് മന്ത്രി അറിയാതെ സ്പീക്കർ തദ്ദേശഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതെന്നാണ് ചർച്ചയിൽ ഉയർന്ന വിമർശനം. വകുപ്പിൽ നടക്കുന്നതെന്നും മന്ത്രിമാർ അറിയുന്നില്ലെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ വിമർശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ്. മന്ത്രിക്കും മുകളിലായാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം താഴേക്കാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു. തദ്ദേശഭരണ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രി എം.ബി. രാജേഷും വിമർശിക്കപ്പെട്ടു. സർക്കാർ പരിപാടിക്ക് ആളെ കൂട്ടുന്നവരായി മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങളെ കണക്കാക്കുന്നത്. ലൈഫ് ഭവന പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പലതും അശാസ്ത്രീയമാണെന്നും വിമർശനമുണ്ട്. ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായം അടച്ചവർക്കുള്ള പെൻഷൻ 18 മാസമായി കുടിശ്ശികയാണ്. ഈ സ്ഥിതി തുടർന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നും പ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിനെതിരെയും വിമർശനമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. PV അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും സ്വർണ്ണക്കടത്ത് ബന്ധത്തിൽ തെളിവില്ലെന്നുമാണ് റിപ്പോർട്ട്. പൂർണ്ണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം DGPക്ക് കൈമാറും. ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണം വെറും പ്രഹസനമാണെന്നും സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും VD സതീശൻ ആരോപിച്ചു. ഒരു ഇടവേളയാണ്, മടങ്ങിവരാം. കുവൈറ്റിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദിയുടെ ഇന്നലെ ആരംഭിച്ച 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ബയാൻ പാലസിൽ നടന്ന ചടങ്ങിലാണ് കുവൈറ്റ് അമീർ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. പരമ്പരാഗതമായി രാഷ്ട്രത്തലവന്മാർക്കും രാജകുടുംബത്തിലെ അംഗങ്ങൾക്കും സൗഹൃദത്തിന്റെ അടയാളമായി നൽകുന്ന ആദരമാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രിയെ പുരസ്കാരത്തിന് അർഹനാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന 20ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് അംഗീകാരം. ബിൽ ക്ലിന്റൺ, ചാൾസ് രാജകുമാരൻ, ജോർജ് ബുഷ് തുടങ്ങിയവർക്കാണ് മുൻകാലങ്ങളിൽ ഈ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുള്ളത്. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സൗഹൃദത്തിനും സമർപ്പിക്കുന്നുവെന്ന് എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചു. ബയാൻ കൊട്ടാരത്തിലെ സെറിമോണിയൽ ഗാർഡ് ഓഫ് ഓണർ നരേന്ദ്രമോദി സ്വീകരിച്ചു. ഇന്ത്യയും കുവൈത്തും ചരിത്രത്തിലും സംസ്കാരത്തിലും പരസ്പര ബഹുമാനത്തിലും വേരൂന്നിയ ബഹുമുഖ ബന്ധങ്ങൾ പങ്കിടുന്നുവെന്ന് മോദി പറഞ്ഞു. ഊർജം, വ്യാപാരം, നിക്ഷേപം എന്നീ മേഖലകളിൽ വ്യാപിക്കുന്നു ശക്തമായ ബന്ധം. ഇന്ത്യൻ പ്രവാസി സമൂഹവും സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാലുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് പ്രധാനമന്ത്രി അഹമ്മദ് അൽ അബ്ദുള്ളയെയും കണ്ടു. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് സൗഹൃദപരമായ ബന്ധത്തെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു. പ്രധാന മേഖലകളിൽ ഉടനീളം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ധാരണയായി. ദശലക്ഷത്തോളം വരുന്ന കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമീറിനെ നന്ദി അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലും കുവൈറ്റിന്റെ വികസനത്തിലും ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ അമീർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നാളെ നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം മുഖ്യാതിഥിയാവുക. ന്യൂഡൽഹിയിലെ CBCI ഓഫീസിൽ വൈകിട്ട് 6:30 പരിപാടി നടക്കുക. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ കൈമാറുന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. സഭാ നേതാക്കൾ, മന്ത്രിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, സിവിൽ സർവീസ് പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. പാലക്കാട് നല്ലേപ്പള്ളി UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി K. അനിൽകുമാർ, ജില്ലാ സംയോജക് V. സുശാസനൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. വേലായുധൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടക്കുന്നതിനിടെ മൂവരും സ്കൂളിലെത്തുകയായിരുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് പോലീസിൽ പരാതി നൽകിയത്.
കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചു. മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെയും ബാങ്ക് ജീവനക്കാരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി ആവശ്യപ്പെട്ടിരുന്നു. സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതിയുടെ മേൽനോട്ടത്തിന് പ്രത്യേക സമിതിയെ നിയോഗിക്കാൻ തീരുമാനമായി. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. വീടുകൾ നിർമ്മിക്കാനുള്ള ടൗൺഷിപ്പിന്റെ കാര്യവും സ്ഥലം ഏറ്റെടുക്കലിന്റെ കാര്യവും യോഗത്തിൽ ചർച്ചയായി. വീടുകൾ നിർമ്മിക്കാൻ സന്നദ്ധത അറിയിച്ചവരുമായി സർക്കാർ അടുത്ത ദിവസം ചർച്ച നടത്തും. ഇതിന് ചീഫ് സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പുനരധിവാസത്തിനായി തയ്യാറാക്കിയ പട്ടികയെ ചൊല്ലി വലിയ വിമർശനമാണ് നേരത്തെ ഉയർന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്രം കാണിക്കുന്നത് ധാർഷ്ട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനവും നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്നും 4.5 മാസമായി പുനരധിവാസത്തിനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി. വനനിയമ ഭേദഗതിക്കെതിരെ ഇടതുമുന്നണിയിൽ തർക്കം. വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഭേദഗതി അംഗീകരിക്കാനാവില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ഇക്കാര്യം ഉന്നയിച്ച് ജോസ് കെ മാണി നാളെ മുഖ്യമന്ത്രിയെ കാണും. വനാതിർത്തിയിൽ നിലവിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ പുതിയ ഭേദഗതി ഇടവയ്ക്കുമെന്നാണ് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. IFS ലോബിയുടെ താൽപ്പര്യങ്ങൾക്ക് സർക്കാർ വഴങ്ങരുതെന്ന് കേരള കോൺഗ്രസ് പറയുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തിരുത്തി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രോമ കെയർ സംവിധാനം 2021 മോശം അവസ്ഥയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന മന്ത്രിയുടെ വാദം വസ്തുതാപിശകാണെന്നാണ് KK ശൈലജയുടെ നിലപാട്. മാത്രമല്ല, ട്രോമ കെയർ മെച്ചപ്പെടുത്താനുള്ള എല്ലാ നടപടികളും എടുത്തത് താൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും കണക്കുകൾ എടുത്ത് വിശദീകരിച്ച് KK ശൈലജ വ്യക്തമാക്കുന്നു. 2021 മോശം അവസ്ഥയും 2024 പുരോഗതിയും കാണിച്ചായിരുന്നു മന്ത്രി നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഈ പോസ്റ്റിനായിരുന്നു KK ശൈലജയുടെ മറുപടി. ന്യൂസ് 18 അഭിമുഖമായ Q18 KK ശൈലജയുടെ പ്രതികരണം. എക്സലൻസായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ എനിക്ക് അഭിമാനമുണ്ട്. മറ്റതൊരു ധാരണ പെശകാവാനേ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ആ ട്രോമ കെയർ പ്രോജക്റ്റ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞതും പിണറായി സർക്കാരാണ്, ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ പൊതുവേ ആരോഗ്യ മേഖലയിൽ മാറ്റം വരുത്തുമ്പോൾ എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അതിൽ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആയിരുന്നു ടോട്ടൽ ട്രോമ കെയർ പ്രോജക്റ്റ്. അങ്ങനെയുള്ള ഒരു പോസ്റ്റ് വരുമ്പോൾ ഈ പാളയത്തിൽ പടയുണ്ടെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്താൽ പാളയത്തിൽ പടയൊന്നുമല്ല, അവരതിനു വേണ്ടി ആഗ്രഹിച്ചു. അവർ ഇത് കോവിഡ് കാരണം ഫംഗ്ഷനിലായിരുന്നില്ലല്ലോ, അത് ഫംഗ്ഷനിലാക്കി. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ദീപാരാധനാ ചടങ്ങുകൾ ഇപ്പോൾ നടക്കും.